പശ്ചിമേഷ്യയിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ട് ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തെ ഒരു വർഷമായിട്ട് ഇസ്രായേൽ വലിയ രീതിയിൽ തന്നെ നേരിട്ട് അവരെ നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പുറത്ത് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേൽ അവരുടെ മറ്റൊരു നിലപാട് ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. ഇസ്രായേലിന്റെ അതിർത്തി രാഷ്ട്രമായിട്ടുള്ള ലെബനോനിലെ ഏറ്റവും വലിയ ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള ഹിസ്ബുള്ളയെ വലിയ രീതിയിൽ തന്നെ ആക്രമിച്ച് അവരെയും കീഴ്പ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നിരന്തരമായിട്ടുണ്ടാവുകയാണ്. പ്രധാനമായിട്ട് വ്യോമാക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തെ ആക്രമിക്കുന്നതെന്ന് പരിശോധിച്ചാൽ, ഹമാസുമായി കഴിഞ്ഞ ഒക്ടോബറിൽ ആരംഭിച്ച ആക്രമണത്തിന് അതിന് ഇടയിൽ വലിയ രീതിയിൽ ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശങ്ങളായിട്ടുള്ള ലെബനോണിലെ പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ടും സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലി പൗരന്മാർക്ക് നേരെ ഈ ഹിസ്ബുള്ള ഭീകരവാദികൾ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുകയും ഇസ്രായേലിന്റെ വടക്കൻ ഭാഗത്ത് നിന്ന് വലിയ തരത്തിൽ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സ്ഥിതി ഇസ്രായേലിന് ഉണ്ടാകുക എന്നുള്ള ഒരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ അവിടെ വന്നു ചേർന്ന ഒരു കാഴ്ചയുണ്ടായി. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാനും അവിടെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകരവാദികൾ നിലനിൽക്കുന്നതോട് കാലം ഈ സാധാരണ ജനങ്ങളെ വടക്കൻ ഇസ്രായേലിൽ താമസിപ്പിക്കാൻ അല്ലെങ്കിൽ തിരിച്ചു താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് അറിയാവുന്നതിന്റെ പേരിൽ മാത്രമാണ് ഇസ്രായേൽ ഇപ്പോൾ ശക്തമായിട്ടുള്ള ആക്രമണത്തിലൂടെ ഹിസ്ബുള്ളയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനിടയിൽ നമ്മൾ എല്ലാവരും പരിശോധിക്കുക, എന്തിനു വേണ്ടിയിട്ടാണ് ഹമാസിനെ പോലെ തന്നെ ഹിസ്ബുള്ളയും ഈ ലോകത്ത് പ്രവർത്തിക്കുന്നത്? ഇവർക്ക് വലിയ പോരാട്ടമാണെന്നും ഇവർ ജൂതന്മാരെ നശിപ്പിച്ചാൽ മാത്രമേ തങ്ങൾക്ക് ആശ്വാസമാകുകയുള്ളൂ എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് പോകുന്നത്. ഈ സമയത്ത് ഹിസ്ബുള്ളയുടെ വലിയ ക്രൂരമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വൃത്തികെട്ട നയം, അല്ലെങ്കിൽ ഇവരെത്രത്തോളം ക്രൂരന്മാരാണ് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ലോകത്തിലെ ക്രൈസ്തവരുടെ ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു രാഷ്ട്രം അത് ഇസ്രായേൽ തന്നെയാണ്. ജൂതന്മാരുടെ രാഷ്ട്രമാണ് ഇസ്രായേൽ എങ്കിലും, ജൂതന്മാരാണ് ഇസ്രായേലിൽ ഭൂരിപക്ഷമെങ്കിലും അവിടുത്തെ ഭരണ സംവിധാനം എല്ലാം ജൂതന്മാരാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പോലും ലോകത്തിലെ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ഇസ്രായേൽ എപ്പോഴും ഒരു പുണ്യമായിട്ടുള്ള ഒരു രാഷ്ട്രം തന്നെയാണ്. കാരണം ഈ ക്രൈസ്തവരുടെ ദേവനായിട്ടുള്ള യേശു ക്രിസ്തു, അല്ലെങ്കിൽ അവർ ഈശ്വരൻ എന്ന് വിശ്വസിക്കുന്ന യേശു ക്രിസ്തു ജനിച്ച ഒരു നാടാണ് ഇസ്രായേൽ. അപ്പോൾ ഈ പ്രദേശത്ത് എന്ന് വെച്ചാൽ യേശുക്രിസ്തു ജനിച്ച നഗരം, ആ നഗരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മിസൈൽ ആക്രമണം ഇന്ന് ഇപ്പോൾ ഇസ്രായേലിൽ ഈ പറയുന്ന ഹമാസിനോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. യേശുക്രിസ്തു ജനിച്ച നഗരം നസ്രത്ത് എന്നാണ് ആ നഗരത്തിന്റെ പേര്. ആ നഗരമാണ് ഇപ്പോൾ ഈ ഭീകരവാദികൾ വലിയ രീതിയിൽ തന്നെ ആക്രമിച്ചിരിക്കുന്നത്. നിരന്തരമായിട്ട് നമ്മുടെ ലോകത്ത് ഭീകരവാദികളുടെ ഇതുപോലെയുള്ള ആക്രമണങ്ങൾ കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പല രാജ്യങ്ങളിലും വീർപ്പുമുട്ടി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇടയിലാണ് യഥാർത്ഥത്തിൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ ലോകത്തിന് തന്നെ മാതൃകയായിട്ട് ഭീകരവാദികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽക്ക് ഇസ്രായേലിൽ ലെബനോനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തമായിട്ടുള്ള ആക്രമണത്തിൽ നിരവധി ഹമാസ് ഭീകരവാദികൾക്കൊപ്പം തന്നെ ഈ ഹിസ്ബുള്ള ഭീകരവാദികളും കൊല ചെയ്യപ്പെടുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അല്പസമയത്തിന് മുന്ന് വന്നിരിക്കുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ 300ഓളം ഭീകരവാദികൾ ഇന്ന് മാത്രം ലെബനോനിൽ വധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത. അപ്പോൾ ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ലോകത്തിൽ ഇന്ന് ഹിസ്ബുള്ളയാണെങ്കിലും ISIS ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ലഷ്കർ-ഇ ആണെങ്കിൽ ഇതുപോലെയുള്ള മുഴുവൻ ഭീകരവാദ സംഘടനകൾക്കും കഷ്ടകാലമാണ് എന്നുള്ളത് തർക്കമില്ല. 5000ഓളം പേജറുകളാണ് തായ്ലൻഡിൽ നിന്നും ഈ പറയുന്ന ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള ഹിസ്ബുള്ള കഴിഞ്ഞ ഒരു 5 മാസങ്ങൾക്ക് മുന്നേ കൈവശത്താക്കിയത്. അപ്പോൾ ഇവരിത് വാങ്ങി സുരക്ഷിതമായിട്ട് ഇവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ആശയങ്ങൾ കൈമാറാം എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു. ഇതിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ചാര സംഘടനയായിട്ടുള്ള മൊസാദിന്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുകയും മൊസാദ് ഇവരെ നശിപ്പിക്കുന്നതിനായിട്ട് ഈ പേജറുകളിൽ കൃത്യമായിട്ട് ബോംബുകൾ ഘടിപ്പിച്ചുകൊണ്ട് അതിന്റെ ചെറിയ ഗ്രാമുകൾ ചേർത്തുകൊണ്ട് ഈ പേജറുകൾ നിർമ്മിച്ച് ഈ മണ്ടന്മാരായിട്ടുള്ള ഹിസ്ബുള്ള ഭീകരവാദികളുടെ കൈകളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഒരു
പേജർ പോലെയുള്ള ഒരു വസ്തു സാധാരണ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഉപകരണം പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ശീലമാണ് എല്ലാവർക്കും ഉള്ളത്. പോക്കറ്റിൽ കിടന്നുകൊണ്ട് ഈ സാധനം പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും ഈ ഭീകരവാദികളുടെ അവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കാം. 5000-ഓളം പേജറുകൾ ഒരേ സമയത്ത് ലെബനോനിലും ഇറാനിലും പൊട്ടിത്തെറിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടത്, ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട ലെബനോനിലെ അംബാസിഡർക്ക് പോലും കണ്ണുകൾ തകർന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പരിക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വ്യക്തമാണ് ലോകത്ത് ഭീകരവാദികൾക്ക് വേണ്ടി എത്രത്തോളം വലിയ രീതിയിൽ ഇറാൻ പോലും സപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനാണ് ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സും ആയുധങ്ങൾ നിർമ്മിച്ച് ഹിസ്ബുള്ളക്ക് നൽകുന്നതും ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഹിസ്ബുള്ളക്ക് ഉണ്ടാകുന്ന ഓരോ തകരാറുകളും അല്ലെങ്കിൽ ഓരോ പ്രതിസന്ധിയും അവരെ കൂടി ബാധിക്കുന്നതാണ്. ലോകത്തിൽ ഇതുപോലെ ചരിത്രപരമായിട്ടുള്ള ഒരു യുദ്ധം നടത്തിയിട്ടുള്ള ഒരു രാജ്യവും ഇന്ന് ഇസ്രായേലിനോടൊപ്പം മറ്റൊന്ന് ഇല്ല എന്ന് തന്നെ വേണം പറയാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ മാസം 27-ാം തീയതി അല്ലെങ്കിൽ ഒക്ടോബർ മാസം 7-ാം തീയതി തുടങ്ങിയ ഈ വലിയ യുദ്ധത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഹമാസിനെയും പാലസ്തീനിലെ മുഴുവൻ ഭീകരവാദ സംഘടനകളെയും ഒരേപോലെ ഇസ്രായേൽ ആക്രമിക്കുമ്പോഴും തൊട്ടടുത്തുള്ള രാജ്യങ്ങളായിട്ടുള്ള വെസ്റ്റ് ബാങ്കിലും അതോടൊപ്പം തന്നെ സിറിയയിലും ലെബനോനിലും ഇറാനിലും അടക്കമുള്ള ഭീകരവാദ സംഘടനകളെ ഒരേ സമയം യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകളാണ് ഈ പറയുന്ന ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ടുണ്ടായിക്കൊണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ലോകത്ത് മുഴുവൻ ഭീകരവാദികളെ വേട്ടയാടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആകർഷിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർ നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ എല്ലാവരും നിരന്തരമായിട്ട് ഭീകരവാദികളെ അമർച്ച ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അവരുടെ പ്രവർത്തനങ്ങളെ മാതൃകയാക്കി ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യ പോലും നിരന്തരമായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ജമ്മു കാശ്മീർ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഭീകരവാദികളെ കൈകാര്യം ചെയ്ത് വലിയ തരത്തിൽ സാമ്പത്തികവും നിരവധി സൈനികരുടെ ജീവനും നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള ഒരു ഭരണകൂടം 2014 മുതൽക്കേ വന്നതിന് ശേഷമാണ് ജമ്മു കാശ്മീരിൽ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു സ്ഥിതി ഉണ്ടാക്കിയത്. അതിൽ നരേന്ദ്രമോദിയോട് വലിയ രീതിയിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കടപ്പാടുണ്ട്. ആ കടപ്പാട് തന്നെയാണ് ഇപ്പോഴും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് രാജ്യത്തിന്റെ എല്ലാ പദവികളും അലങ്കരിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഹമാസിനെ എതിർത്തുകൊണ്ട്, ഹമാസിന്റെ ഭീകരവാദ പ്രവർത്തനങ്ങളെ എതിർത്തുകൊണ്ട് ഇസ്രായേലിനെ ശക്തമായിട്ട് പിന്തുണച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ആ ഒരു കൊച്ചു ജൂതരാഷ്ട്രം ഈ ലോകത്ത് നിലനിൽക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യം തന്നെയാണ്. അതുകൊണ്ടാണ് അമേരിക്കയും ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ബുദ്ധിയുള്ള ഭീകരവാദികളെ എതിർക്കുന്ന രാജ്യങ്ങൾ മുഴുവനും ഇസ്രായേലിനെ പിന്തുണച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണെങ്കിലും ലോകത്തിൽ ക്രൈസ്തവ വിശ്വാസികളുടെ പുണ്യനഗരത്തിൽ ഇന്ന് ഭീകരവാദികൾ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിൽ ലോകത്തിലെ മുഴുവൻ ജനങ്ങളും അതിൽ ഒരു ദുഃഖം രേഖപ്പെടുത്തുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ ഭീകരവാദികളുടെ അന്ത്യം കുറിക്കുന്ന പ്രവർത്തനങ്ങൾ ഇസ്രായേൽ നിരന്തരമായിട്ട് തുടരുന്നു എന്ന് തന്നെ വേണം നമ്മൾക്ക് മനസ്സിലാക്കാൻ.